നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എത്ര പരിശ്രമിച്ചിട്ടും പരാജയങ്ങൾ മാത്രം മുന്നിൽ വന്നു നിൽക്കുന്ന അവസ്ഥയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത്? നാളെയെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ഇന്നത്തെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണ് എങ്കിൽ ഈ നിമിഷങ്ങൾ നിങ്ങൾക്കായിട്ടുള്ളതാണ്. നമ്മളിൽ പലരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോൾ കടന്നുപോകുന്നവരോ ആയിരിക്കും. സാമ്പത്തിക തകർച്ച, പ്രിയപ്പെട്ടവരുടെ വേർപാട്, തൊഴിൽ നഷ്ടം, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ദൗർഭാഗ്യങ്ങൾ, അങ്ങനെ പല രൂപത്തിലും കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരാം. ഇത്തരം ഘട്ടങ്ങളിൽ ലോകം മുഴുവൻ നമുക്കെതിരാണെന്ന് തോന്നും. നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടവരാണെന്ന തോന്നൽ നമ്മെ ഗ്രസിക്കും. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് സഹായം ചോദിക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ അവസ്ഥ വളരെ ഭയാനകമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം നേടിയ ആളുകൾ പോലും ഇത്തരം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ്. കഷ്ടപ്പാടുകൾ എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്. ഒരു ഇരുമ്പ് തീയിലിട്ട് പഴുപ്പിച്ച് അടിച്ചടിച്ചാണ് ഏറ്റവും മൂർച്ചയേറിയ വാളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും. പ്രതിസന്ധികൾ നമ്മെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായ ആചാര്യ ചാണക്യന്റെ ഉപദേശങ്ങൾ നമുക്ക് വഴികാട്ടിയാവുന്നത്. മനുഷ്യന്റെ മനഃശാസ്ത്രവും സമൂഹത്തിന്റെ രീതികളും വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ചാണക്യൻ. ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് കേവലം പുസ്തകത്താളുകളിലെ അറിവുകളല്ല, മറിച്ച് ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്ത പാഠങ്ങളാണ്. ചാണക്യന്റെ ഈ തത്വങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനൊരു പരിഹാരമുണ്ട്. അത് കണ്ടെത്താനുള്ള ക്ഷമയും വിവേകവും മാത്രമാണ് നമുക്ക് വേണ്ടത്. ചാണക്യൻ നൽകുന്ന ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മുന്നറിയിപ്പ് ഇതാണ്: നിങ്ങളുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാവരോടും വിളിച്ചു പറയരുത്. നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് ഭാരം കുറയ്ക്കാനായി ആരോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ചാണക്യൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു. കാരണം ഈ ലോകത്തിൽ നിങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് ആത്മാർത്ഥമായി വിഷമിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഭൂരിഭാഗം ആളുകളും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കേട്ട് ഉള്ളിൽ സന്തോഷിക്കുന്നവരായിരിക്കും. പുറമേ അവർ സഹതാപം പ്രകടിപ്പിച്ചേക്കാം, എന്നാൽ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ തകർച്ചയിലുള്ള ഒരു ആനന്ദമുണ്ടാകും. മാത്രമല്ല, നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്ന അവർ പിന്നീടത് നിങ്ങൾക്കെതിരെ തന്നെ ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയുണ്ടാകുന്നത് നിങ്ങളുടെ വിജയത്തിലൂടെയും കരുത്തിലൂടെയുമാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ നിരന്തരം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ നിങ്ങളെ ഒരു പരാജിതനായി മുദ്രകുത്തും. നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ പോലും നിങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കും. അതിനാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളോട് തന്നെ സൂക്ഷിക്കുക. അത് പരിഹരിക്കാൻ കഴിയുന്ന, പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ആളുകളോട് മാത്രം പങ്കുവയ്ക്കുക. ബാക്കിയുള്ള സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ വേദനകൾ പുറത്തു കാണിക്കാതെ ഒരു പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുക. അത് നിങ്ങൾക്ക് മാനസികമായ ഒരു കരുത്തു നൽകും. മറ്റുള്ളവരുടെ സഹതാപത്തിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ഇച്ഛാശക്തിയിലാണ് നിങ്ങൾ പിടിച്ചു നിൽക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്കും കമന്റും ഇത്തരം സന്ദേശങ്ങൾ ആവശ്യമുള്ള കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. ചാണക്യന്റെ രണ്ടാമത്തെ ഉപദേശം കഷ്ടകാലത്ത് സ്വന്തം ആത്മാഭിമാനവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കഷ്ടപ്പാടുകളെ നേരിടാൻ ഒരു മനുഷ്യൻ പണം സമ്പാദിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. പണം സംരക്ഷിക്കണം. എന്നാൽ തന്റെ ഭാര്യയുടെയോ പങ്കാളിയുടെയോ ജീവനോ മാനമോ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ പണം മുഴുവൻ അതിനായി ചിലവാക്കണം. ഇനി അതിലും കടുത്ത ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ, അതായത് സ്വന്തം ജീവനോ ആത്മാഭിമാനമോ സംരക്ഷിക്കണോ അതോ പണവും മറ്റു ബന്ധങ്ങളും സംരക്ഷിക്കണോ എന്നൊരു ചോദ്യം വന്നാൽ ഒരാൾ സ്വന്തം ജീവനും സ്വത്വവും സംരക്ഷിക്കാൻ മുൻഗണന നൽകണം. ഇതിനർത്ഥം സ്വാർത്ഥരാകുക എന്നല്ല, മറിച്ച് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതമുള്ളൂ എന്നതാണ്. ഒരു വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോൾ പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. പണം പോയാൽ എല്ലാം പോയി എന്നവർ കരുതുന്നു. എന്നാൽ പണം എന്നത് വീണ്ടും സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ജീവനും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങായി തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ കഷ്ടപ്പാടുകളുടെ സമയത്ത് ഒരിക്കലും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളും നിങ്ങളുടെ ശരീരവും മനസ്സും തന്നെയാണ്. അതിൽ തുരുമ്പെടുക്കാൻ അനുവദിക്കരുത്. മൂന്നാമതായി ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ് കഷ്ടകാലത്ത് സുഹൃത്തുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയുക എന്നതാണ്. ഒരു വ്യക്തിക്ക് പണവും പ്രതാപവും ഉള്ളപ്പോൾ അവന് ചുറ്റും ധാരാളം ആളുകളുണ്ടാകും. അവരെല്ലാം തന്റെ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് അവൻ തെറ്റിദ്ധരിക്കും.
എന്നാൽ ജീവിതത്തിൽ ഒരു വലിയ വീഴ്ച സംഭവിക്കുമ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും പല കാരണങ്ങൾ പറഞ്ഞ് അകന്നുപോകും. അപ്പോഴാണ് യഥാർത്ഥ ബന്ധങ്ങളുടെ ആഴം നമ്മൾ തിരിച്ചറിയുക. ചാണക്യൻ പറയുന്നു, പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള വ്യാജ മുഖമൂടികളെ വലിച്ചുകീറാൻ അത് നമ്മെ സഹായിക്കുന്നു. കഷ്ടകാലത്ത് നമ്മെ വിട്ടുപോകുന്നവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്. അവർ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല, അവർ നിങ്ങളുടെ പണത്തിന്റെയും പദവിയുടെയും മാത്രം സുഹൃത്തുക്കളായിരുന്നു. ആ ഒരു സത്യം അംഗീകരിക്കുക. അതേസമയം ആ ഇരുണ്ട നാളുകളിൽ ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലരുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരായ ഏതെങ്കിലും സുഹൃത്തുക്കളോ ആകാമത്. അവരെ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ നല്ല കാലം തിരിച്ചുവരുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്തുപിടിക്കുക. ശത്രുക്കളെ തിരിച്ചറിയാനും ഈ സമയം ഉപകരിക്കും. നിങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ നിങ്ങളെ വീണ്ടും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നവരെ കൃത്യമായി ഓർമ്മിച്ചുവെക്കുക. പ്രതികാരം ചെയ്യാനല്ല, മറിച്ച് ഭാവിയിൽ അവരിൽ നിന്നും അകലം പാലിക്കാൻ ഈ ഓർമ്മ നിങ്ങളെ സഹായിക്കും. നാലാമതായി, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ്. വലിയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും അത് വിശ്വസിക്കാൻ തയ്യാറാകില്ല. ഇത് എനിക്ക് തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു, ദൈവം എന്തുകൊണ്ട് എന്നോട് ഈ ക്രൂരത ചെയ്തു എന്നൊക്കെ ചിന്തിച്ച് അവർ ആ പഴയ കാലത്ത് തന്നെ ജീവിക്കാൻ ശ്രമിക്കും. ചാണക്യൻ പറയുന്നു, നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. പാല് നിലത്ത് തൂവിപ്പോയാൽ പിന്നീട് അതിനെക്കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് മാറ്റാൻ നമുക്ക് കഴിയില്ല. അതിനാൽ ആദ്യം ആ യാഥാർത്ഥ്യത്തെ എത്ര കൈപ്പേറിയതാണെങ്കിലും അതിനെ അംഗീകരിക്കുക. നിങ്ങളിപ്പോൾ ഒരു പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ അതേ എന്ന് സ്വയം പറയുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അതാണ് സത്യം എന്ന് മനസ്സിലാക്കുക. ഈ അംഗീകരിക്കൽ വളരെ പ്രധാനമാണ്. കാരണം യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ മാത്രമേ പുതിയൊരു പ്ലാൻ തയ്യാറാക്കാൻ നിങ്ങൾക്ക് കഴിയൂ. പഴയ പ്രതാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും താഴെത്തട്ടിൽ നിന്നും വീണ്ടും തുടങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ അഹംഭാവം മാറ്റിവെക്കുക. 0-ൽ നിന്നും തുടങ്ങാൻ തയ്യാറാകുക. തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചതെന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിക്കുക. ആ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു തന്ത്രം മെനയുക. അഞ്ചാമതായി ചാണക്യൻ പറയുന്നത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കലും വെറുതെ ഇരിക്കരുത് എന്നാണ്. കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഒരു മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന് കരയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. പകരം അത് നിങ്ങളെ കൂടുതൽ വിഷാദരോഗത്തിലേക്ക് തള്ളിവിടും. പ്രതിസന്ധിയുടെ ആഴം എത്ര വലുതാണെങ്കിലും എന്തെങ്കിലും ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക. മഹാഭാരത യുദ്ധത്തിനു മുൻപ് പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകേണ്ടി വന്നു. ആ സമയത്ത് അർജുനൻ വെറുതെ കാട്ടിലിരുന്ന് കരയുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് വനവാസകാലം അദ്ദേഹം തന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായി ഉപയോഗിച്ചു. പരമശിവനെ തപസ് ചെയ്ത് പാശുപതാസ്ത്രം പോലുള്ള ദിവ്യായുധങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. കാരണം ഭാവിയിൽ ഒരു വലിയ യുദ്ധം വരാനുണ്ടെന്നും അതിന് ഈ ആയുധങ്ങൾ ആവശ്യമായി വരുമെന്നും അവനറിയാമായിരുന്നു. സമാനമായി നിങ്ങളുടെ ഇന്നത്തെ ഈ കഷ്ടപ്പാടിന്റെ സമയം നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കാനുള്ള സമയമായി കാണുക. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ അറിവുകൾ നേടുക, പുതിയ ആളുകളെ കണ്ടെത്തുക. നിങ്ങൾ കർമ്മനിരതനാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നുവരാനുള്ള സാധ്യത കുറയും. മാത്രമല്ല, ചെറിയ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ആറാമതായി, വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ കോപത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കുക എന്നതാണ്. വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രകോപിതരാകാം. നമ്മെ സ്നേഹിക്കുന്നവരോട് പോലും നമ്മൾ ദേഷ്യപ്പെട്ടേക്കാം. എന്നാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, കോപം നിങ്ങളുടെ തീരുമാനങ്ങളെ അന്ധമാക്കും. കഷ്ടകാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് തെളിഞ്ഞ ബുദ്ധിയാണ്. കോപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനവും ഈ സമയത്ത് എടുക്കരുത്. നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ അതിനോട് പ്രതികരിക്കാൻ നിൽക്കേണ്ട സമയമല്ല ഇത്. പ്രതികരണങ്ങൾ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തും. പകരം നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ വിജയം കൊണ്ടുവേണം അവർക്ക് മറുപടി നൽകാൻ. നിശബ്ദത എന്നത് വലിയൊരു ആയുധമാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ ഈ നിശബ്ദത സഹായിക്കും. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുക. അത് നടപ്പിലാക്കി വിജയിച്ച ശേഷം മാത്രം മറ്റുള്ളവർ അതറിയട്ടെ. ഏഴാമത്തെയും വളരെ ആഴത്തിലുള്ളതുമായ തത്വം സമയത്തെക്കുറിച്ചുള്ളതാണ്. ചാണക്യൻ പറയുന്നു, ഈ ലോകത്തൊന്നും ശാശ്വതമല്ല. രാത്രിക്ക് ശേഷം പകൽ വരുന്നതുപോലെ, ശരത്കാലത്ത് ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ വസന്തകാലത്ത് വീണ്ടും തളിർക്കുന്നതുപോലെ നിങ്ങളുടെ ഈ കഷ്ടകാലവും കടന്നുപോകും. സമയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എത്ര വലിയ കൊടുങ്കാറ്റും കുറച്ചു കഴിയുമ്പോൾ ശാന്തമാകും. ഈയൊരു പ്രത്യാശ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊരു ചെറിയ പരീക്ഷണമാണെന്നും ഈ ഇരുണ്ട തുരങ്കത്തിനപ്പുറം പ്രകാശമുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക. ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖവും ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഒഴിവാക്കി ഈ നിമിഷത്തിൽ, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ദിവസം ഒരു ചെറിയ ചുവടുവെപ്പ്, അതുമാത്രം മതി നിങ്ങളെ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത്. ജീവിതം ഒരു ചതുരംഗക്കളം പോലെയാണ്. ചിലപ്പോൾ നമ്മുടെ കാലാൾപ്പടയും കുതിരയും ആനയുമെല്ലാം നഷ്ടപ്പെട്ടേക്കാം. രാജാവ് ഒരു മൂലയിൽ ശത്രുക്കളാൽ വളയപ്പെട്ട അവസ്ഥയിലാകാം. എന്നാൽ കളി അവിടെ തീരുന്നില്ല. അവശേഷിക്കുന്ന കരുക്കളെ വെച്ച് ബുദ്ധിപൂർവം നീക്കിയാൽ അവിടെ നിന്നും കളി ജയിക്കാം. ആ ബുദ്ധിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ചാണക്യൻ തന്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകളോട് പോരാടിയാണ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ നമുക്കും കഴിയും. നിങ്ങളെ തളർത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ സ്വയം തോൽവി സമ്മതിക്കാത്തിടത്തോളം കാലം. വീഴുന്നതൊരു തെറ്റല്ല, എന്നാൽ വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് തെറ്റ്. എഴുന്നേൽക്കുക, നിങ്ങളുടെ വസ്ത്രങ്ങളിലെ പൊടി തട്ടിക്കളയുക, ഒരു പുഞ്ചിരിയോടെ ഈ ലോകത്തെ നോക്കുക. ഈ ലോകം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. ഓരോ പരാജയവും നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുക. സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ കർമ്മങ്ങളിൽ വിശ്വസിക്കുക. സമയം തീർച്ചയായും മാറും. നിങ്ങളുടെ സമയം വരും. അന്ന് ഇന്നലകളിൽ നിങ്ങളെ നോക്കി പരിഹസിച്ചവർ തന്നെ നിങ്ങളുടെ വിജയഗാഥകൾ പാടിപ്പുകഴ്ത്തും. പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല, പുതിയ നിങ്ങളെ വാർത്തെടുക്കാനാണ് വരുന്നത്. ഓർക്കുക.